എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട? അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചു. ഒരു 9 മാസം മുമ്പുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മരണം പെർഫ്യൂം ആക്കി. അയ്യോ സബാഷ്, സന്തോഷം. എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി എന്തിനാ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാക്കിംഗ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ. രേണു എങ്ങനെയാണോ തന്നെ അതുപോലെ ഉണ്ട് സുധിച്ചേട്ടൻ ഇപ്പൊ നമ്മുടെ കൂടെ. ഹായ് ഗൈസ്, ഐ ആം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാൻ കോണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് കുറച്ചൊരു ഡിലേ വന്നത്. ഇനി അധികം ഡിലേ വരുത്താതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഞാനും ശ്രമിക്കാം. ഇന്നത്തെ കോണ്ടന്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്ര. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് എന്തിനാണ് നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്? ആ കാര്യം പറയാൻ ഒരിക്കലും ഞാൻ അർഹനല്ല. കാരണം ഞാൻ മറ്റുള്ളവരുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവർ പബ്ലിക്കിന് മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ഞാനെന്നല്ല, അതുപോലെ പ്രവണതകൾ കാണിച്ചിട്ടുള്ള ആരെങ്കിലും ആണ് അത് പറയുന്നെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് അത്തരത്തിലൊരു ചോദ്യം അവരോട് തന്നെ ചോദിക്കാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള കാര്യം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് മുന്നുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ട് ബേസ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനെ തുടർന്ന് കുറച്ചധികം കമന്റുകൾ വന്ന് നിനക്ക് അതിനകത്ത് പറയാൻ എന്താണ് അർഹത എന്നുള്ളത്. എനിക്ക് പറയാൻ യാതൊരു അർഹതയില്ല. കാരണം ഞാൻ പലരുടെയും ജീവിതം എടുത്തു വെച്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ആരുടെയും മുന്നിൽ വന്ന് പറയത്തില്ല നിങ്ങൾ എന്തിനാണ് മറ്റുള്ള ജീവിതത്തിൽ കയറി കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന്. അത് ഞാൻ പറയാൻ അർഹനല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാത്തടത്തോളം കാലം എനിക്ക് ഇത്തരത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോണ്ടന്റ് ആയിട്ട് എടുത്തു വെച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ട് എത്തിക്കാനും കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ലക്ഷ്മി നക്ഷത്രം എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം തന്നെ ഈ വീഡിയോയിൽ ഞാനങ്ങ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അത് വീഡിയോയിലേക്ക് പോകാം. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണ് വളരെ ക്ലിയർ ആണ്. അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ പോലുള്ള കുറച്ച് പേര് ചിലപ്പം അത്തരത്തിലുള്ളൊരു അവരുടെ ഒരു കണ്ടന്റ് ഒരു ടോപ്പിക് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം മുൻകാലത്തിൽ അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ഇപ്പം അവരുടെ ജീവിതത്തിൽ മിസ്മാച്ച് ഉള്ളത് കൊണ്ടാണ്. മനുഷ്യരാകാം, മനുഷ്യ ജീവിതമാകാം, സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ മാറേണ്ടി വന്നേക്കാം. പക്ഷെ അത്തരത്തിൽ മാറുകയാണ് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതല്ല ഇപ്പൊ ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന് നിങ്ങളതായിട്ട് തന്നെ പറയണം. കാരണം ജീവിതം മാറി, സാഹചര്യം മാറി എന്ന് ആക്സെപ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അത് തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ വിവാദത്തിലേക്ക് ചെല്ലത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴത്തേക്കിന് അത് ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ മുന്നോട്ട് വരും. അപ്പൊ ഇതുവരെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് കറക്റ്റാണ്. ഇനി ബാക്കി കൂടെ നോക്കാം. എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട? അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട? സത്യം കാര്യം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? അപ്പൊ ലക്ഷ്മി നക്ഷത്ര പറയുന്നത് മറ്റുള്ളവർ ലൈഫിൽ കയറി പുള്ളിക്കാരത്തി എന്തായാലും കണ്ടന്റുകളൊന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പുള്ളിക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം യൂട്യൂബിൽ നല്ല ഫെമിലിയർ ആയിട്ടും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. മാസം 1-2 വീഡിയോസ് ഒക്കെയാണ് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 85,000 വ്യൂസ്, 1,34,000, ഈ പറയുന്ന 1,25,000, 67,000, 74,000 ഒക്കെ വ്യൂസ് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ മാസങ്ങൾ. അതായത് മാസത്തിൽ ഒരു വീഡിയോസോ അല്ലെങ്കിൽ മാക്സിമം 2 വീഡിയോസ് വെച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം തിരക്കുകളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇത്തിരി വീഡിയോസ് വളരെ കുറവാണ്. അപ്പൊ ഇത്രയും വ്യൂസ് ആണ് പുള്ളിക്കാരത്തേക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൽ നിന്നൊന്ന് ബാക്കിലോട്ട് പോകാം. അതായത് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം മുതലുള്ള നമുക്കൊന്ന് വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്റെ സുധിച്ചേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒരു 10 മിനിറ്റ് 40 സെക്കൻഡുള്ള ഒരു വീഡിയോ ഇട്ടുണ്ട്. 3.9 മില്യൺ വ്യൂ. അത് ഓക്കെ, അതിനകത്ത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവരുടെ കൂടെ ഓക്കെ ഇതൊരു കൊളീഗാണ്. അതിനകത്ത് നമുക്ക് വിഷമം വരാം, അതിനൊന്നും യാതൊരു ഒന്നും പറയാൻ പറ്റത്തില്ല. ആ വിഷമം കൃത്യമായിട്ട് ആ പെൺകുട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്ത് ചിലപ്പം എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വെക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്ളോഗർക്ക് ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാതെ യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് വീഡിയോ അതിനകത്ത് ആരാണ് ടോപ്പിക് എന്ന് പറയുന്നത്? സുധിച്ചേട്ടൻ തന്നെയാണ്. മരണപ്പെട്ടു പോയ സുധിച്ചേട്ടനാണ് അതിനകത്ത് ഒന്നാമത്തെ ഒരു ടോപ്പിക്കായിട്ട് ഇപ്പം മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം
രണ്ടാമത്തെ വീഡിയോ നിങ്ങളൊന്ന് ഒന്ന് അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാം. ഞാൻ താഴേന്ന് മേളിലോട്ടൊന്ന് പറഞ്ഞു കാണിക്കാം. ഓക്കെ, ആദ്യം തന്നെ സുധിച്ചേട്ടനും കുടുംബത്തിനും ഒപ്പം 36 മിനിറ്റുള്ള ഒരു വീഡിയോ. അതിന്റെ വ്യൂസ് എന്നൊക്കെ 1.6 മില്യൺ. അപ്പൊ എത്ര രൂപയായിരിക്കും അവിടെ മറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന് തൊട്ട് മേളിൽ സുധിച്ചേട്ടൻ എവിടെ തന്നെ ഉണ്ട്, സുധിച്ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം കണ്ടന്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല, ഇതൊന്നും മറ്റുള്ള ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യമേ അല്ല. 1.8 മില്യൺ. അതിന്റെ മേളിൽ സുധിച്ചേട്ടന്റെ പുതിയ വീടും വീട്ടുവിശേഷങ്ങളും, അതായത് കുറച്ച് പേര് പിരിച്ചു കൊടുത്തൊരു വീട് വെച്ചല്ലോ, അതും വീടും അതിന്റെ വീട്ടുവിശേഷങ്ങളും എന്ന് പറയുന്നത് അതിനും 2 മില്യൺ. അതായത് മില്യൺസിൽ താഴെയുള്ള ഒരു വ്യൂസും സുധിച്ചേട്ടനെ സംബന്ധിച്ചൊരു കോണ്ടന്റും അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചായിട്ട് ഇട്ടതിനകത്തൊന്നും ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഓക്കെ, എന്നാൽ ഇവിടെ വെച്ച് നിങ്ങൾ ഈ കാര്യം അവസാനിച്ചോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ വേണ്ട, ഒരു 9 മാസം മുമ്പുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മരണം പെർഫ്യൂമാക്കി. അയ്യോ സബാഷ്, സന്തോഷം. എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി, എന്തിനാ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അവരെ വഴിക്ക് വിടും, അവരൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ, അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? എന്നാൽ ആ വീഡിയോ അവസാനിപ്പിച്ചോ. അത് കഴിഞ്ഞ് അത് 32 മിനിറ്റുള്ള വീഡിയോ, അത് കഴിഞ്ഞിട്ട് 40.4 മിനിറ്റിന്റെ ഒരു വീഡിയോ നടക്കുന്നു. സുധിച്ചേട്ടന്റെ പെർഫ്യൂമിനി രേണുവിന്. അപ്പൊ ഇതൊന്നും മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഉണ്ടാക്കുന്ന കോണ്ടന്റുകളല്ല. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 4 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ള വീഡിയോസാണ്. പക്ഷെ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഉണ്ടാക്കുന്ന വീഡിയോസിന് 25 മിനിറ്റ് കൂടുതലേ ഉള്ളൂ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതങ്ങ് നീണ്ടു പോവുക. കാരണം എന്താ? അതിന് വ്യൂവേഴ്സ് ഉണ്ട്, അതിന് നല്ല രീതിയിൽ സാമ്പത്തികം കിട്ടുന്നുണ്ട്. ഒരിക്കലും ഒന്ന് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിച്ച കാര്യമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഈ പെണ്ണിന് കിട്ടിയ വ്യൂസും ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയതും സുധിച്ചേട്ടന്റെ കുടുംബവും രേണുവും അവരുടെ വീടും മരണവുമായിട്ട് ബന്ധപ്പെട്ടതും പെർഫ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇത് തന്നെ കട്ട് ചെയ്തെടുത്ത് റീൽസ് ആയിട്ട് ആദ്യം പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇതിന് പല ആൾക്കാരും പല കമന്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേന് ഞാനും അത്തരത്തിൽ ചെയ്തിട്ട് ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പം എന്നാൽ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് മറച്ചു പിടിക്കുന്നതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. ഇനി നമുക്ക് ഈ പെൺകുട്ടി പറഞ്ഞതും ചെയ്തതിനകത്തുള്ള ആ ഒരു വ്ളോഗിനകത്തുള്ള ചെറിയ ശകലങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഏത് രീതിയിലാണ് ഈ പെൺകുട്ടി ഇത് മാർക്കറ്റ് ചെയ്യുന്നത് വിത്ത് BGM അത് കാണിച്ചു തരാം. നമ്മുടെ സുധിച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത്. അത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാക്കിംഗ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ. രേണു എങ്ങനെയാണോ തന്നെ അതുപോലെ ഉണ്ട് സുധിച്ചേട്ടൻ ഇപ്പൊ നമ്മുടെ കൂടെ. ശരിക്കും നമുക്ക് രേണുവിനെ വിളിക്കാം കേട്ടോ. രേണു കേക്കാം. അന്ന് ആ ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നതും ഒരു 75% ഇപ്പൊ സുധിച്ചേട്ടന്റെ പ്രസൻസ് എനിക്കിപ്പോ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പെർഫ്യൂം എന്റെ കയ്യിലുണ്ട്, ബാക്കി ഞാൻ ഇന്ന് നേരിട്ട് കൊണ്ടുതരാം. ബാക്കി ഇനി ഞാൻ പറഞ്ഞുതരാം. ആ പെർഫ്യൂം ഉണ്ടാക്കുന്നത് വരെ ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നതും ഇതൊരു വീഡിയോ ആയിട്ട് പുറത്തിടുന്നതും മറ്റുള്ള ജീവിതത്തിൽ കയറി കോണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു 100% അത് കൺഫേം ആണെന്ന് കാണിക്കുന്ന ചില ഭാഗങ്ങളാണ് അതൊക്കെ. കാരണം മറ്റുള്ള ജീവിതത്തിൽ ഇങ്ങനെയുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഭാഗ്യങ്ങൾ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന വ്യൂവർഷിപ്പും നമുക്കത് അതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന മുൻഗണന ആനുകൂല്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടും അത് കൃത്യമായി എടുത്തു വെച്ച് അതാണ് BGM വിത്ത് ആഡ് ചെയ്തുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എടുത്തു വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതിനകത്ത് ഒരു നല്ല കാര്യമാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും ഓരോ കോണ്ടന്റ് ഭാഗങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കൃത്യമായ മാർക്കറ്റിംഗ് മറ്റൊരാളുടെ ജീവിതത്തിനകത്ത് കാണിച്ചു തരാൻ പറ്റില്ല ഈ ഒരു ഭാഗമായിരിക്കും. അപ്പൊ പിന്നെ ചെയ്യുന്ന ഒരാള് അത്തരത്തിലുള്ള വേറെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയരുത്. അത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു ആശയം.